രാത്രി നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ നച്ചിയമ്മൻ കോവിലിലെത്തി. തമിഴ്നാട്ടിലെ ഒരു ബന്ധുവിൻ്റെ കല്യാണം കൂടാനാണ് നമ്മൾ ഇത്രയും ദൂരം താണ്ടി ഇവിടെ എത്തിയത്. ഇത് നച്ചിയമ്മൻ കോവിലാണ്. തമിഴ്നാട്ടിലെ കുന്നത്തൂർ എന്ന സ്ഥലത്താണ് ഈ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് എല്ലാവരും പുറത്തു വന്നു. അതിരാവിലെ ആയിരുന്നു മുഹൂർത്തം. കല്യാണം നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ ക്ഷേത്രം ചുറ്റി കാണുകയായിരുന്നു. എത്രയധികം ദൈവങ്ങളാണെന്നോ! ചുറ്റിലും ഒരുപാട് ദൈവങ്ങളെല്ലാം തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഐതിഹ്യ കഥ വെറുതെ ഒന്ന് വായിച്ചു നോക്കി. കേരളത്തിലെ ആചാരങ്ങളിൽ നിന്ന് എത്ര വ്യത്യസ്തമാണെന്നോ തമിഴ്നാട്ടിലുള്ള ആചാരങ്ങൾ. എന്തിനു പറയുന്നു, നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോലെയുള്ളതല്ല. ഇവിടെ വലിയ വലിയ പ്രതിമകളൊക്കെയാണ് ദൈവങ്ങളുടെ. അപ്പോൾ പുറത്ത് ആളുകളൊക്കെ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിരാവിലെ വന്നതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. പൂജാരി വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഈ വധൂവരന്മാർക്ക്. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അടുത്ത് ഉള്ള ബന്ധുക്കൾ എല്ലാം നോക്കി കണ്ടും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. നമുക്ക് ബാക്കിയും കൂടെ കാണാം. परिपूर्ण तत्कुमार परिपूर्ण आशीर्वाद कार्तिकेयन परिपूर्ण आशीर्वाद सौभाग्य प्राप्त पलनिस्वामी प्रिय तत्कुमार कार्तिकेयनी नम देश सौभाग्य दीर्घ समंगल सकल सौभाग्य प्राप्त आयुष सौभाग्य प्राप्त कैमरा எங்கள் குலதெய்வமாகிய ஸ்ரீ பெரியநாச்சி அம்மன் ஆசீர்வாதாலும் எங்களுடைய നച്ചിയമ്മൻ ദേവി ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കുടുംബ ദേവതയാണ്. മാത്രമല്ല ഇവരുടെ ഈ ക്ഷേത്രത്തിൽ മറ്റ് വിഭാഗക്കാർക്കും വരാം. ദേവിയെ ആരാധിച്ച് പൂജകളും ഉത്സവങ്ങളും നടത്തപ്പെടുന്നു. ഐതിഹ്യ കഥ ഇങ്ങനെയാണ്. 3 വ്യാപാരികൾ കാട്ടിലൂടെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് ഒരു ബ്രാഹ്മണൻ പ്രത്യേകമായി പൂജ ചെയ്യുന്നത് കണ്ടു. അവർ അന്വേഷിച്ചപ്പോൾ ഇത് വളരെ ശക്തിയുള്ള ദേവതയാണെന്നും ഇനിമേലിൽ നിങ്ങൾ വേണം ഈ പൂജ ചെയ്യാൻ എന്നും പറഞ്ഞു. അതിനുശേഷം ആ ബ്രാഹ്മണൻ അപ്രത്യക്ഷമായി. അത് ശിവഭഗവാനാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതിനുശേഷം പൂജ ചെയ്യാനുള്ള അവകാശം ബ്രാഹ്മണർക്ക് മാത്രമാണ്. ഇനി ഞാൻ കാണിക്കുന്നത് ഈ മണ്ഡപത്തിൻ്റെ അടുത്ത് മറ്റൊരു ചെറിയ ക്ഷേത്രമുണ്ട്. തമിഴ്നാട്ടിൽ എവിടെയും ക്ഷേത്രങ്ങളാണ്. പക്ഷേ നമ്മുടെ പോലത്തെ ദൈവങ്ങളല്ല. ഇവിടെ ഒരുപാട് പ്രതിമകളൊക്കെ കാണാം. ഏതൊക്കെ ദൈവമാണെന്ന് പറയാനേ പറ്റില്ല. പക്ഷെ ചില സ്ഥലത്ത് ഈ ത്രിശൂലം
മുരുകൻ്റെ ശൂലമൊക്കെ കാണാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക അത് ഈ ദൈവം മുരുകനാണ്. പിന്നെ മുരുകനെ കൂടാതെ മറ്റ് എന്തൊക്കെയോ തമിഴ്നാടിൻ്റെ അവരുടെ ഒരുപാട് ഐതിഹ്യ കഥകളിലെ ദൈവങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതൊക്കെ ഏത് ദൈവമാണ് ഞാൻ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ നമുക്ക് ഈ പ്രതിമകളും ഈ കുഞ്ഞു കുഞ്ഞു പ്രതിഷ്ഠകളൊക്കെ കാണാം. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ പ്രതിഷ്ഠ, ആരുടെ പ്രതിഷ്ഠ ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരുന്നതാണ്.